ഹായ് ഫ്രണ്ട്സ്, കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. ഇന്ന് നമ്മൾ നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള ആനിമൽസിൻ്റെ മൂവ്മെൻറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഡക്ക് വാക്കാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അത് ചെയ്യുന്ന രീതിയിൽ തന്നെ ലെഗ് ഇതുപോലെ ഒരു കാല് ഇതുപോലെ ഒന്ന് മുന്നിലാക്കി വെക്കുക. അടുത്ത കാല് ബാക്ക് ഹീൽ റൈസ് ചെയ്തിട്ട് ടോയിലാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അടുത്ത ലെഗ് എടുത്ത് ഫ്രണ്ടിലേക്ക് കുത്തുന്ന സമയത്ത് ബാക്കിലെ ലെഗ് ഹീൽ റൈസ് ചെയ്തിട്ട് ടോയിലേക്ക് വരിക. സീറ്റ് അധികം ഉയർന്നു പോവാതെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഇതുപോലെ ഓപ്പോസിറ്റ്. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് സ്പൈഡർ വാക്ക് ചെയ്യാം. രണ്ട് കാല് ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. കൈകൾ മുന്നിൽ വന്നിട്ട് ഇതും വൈഡ് ചെയ്ത് വെക്കുക. ഷോൾഡർ വിത്ത് നിന്ന് ഒരു രണ്ട് ഷോൾഡർ വിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ലെഗും കൈയും ഏകദേശം ഒരേ അളവിലായിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് മുട്ടുകൈയും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എൽബോ ബെൻഡ് ചെയ്തിട്ട് ബോഡി ലെവല് താഴ്ത്തി നിർത്തുക. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് കൈയും കാലും ഒരേ സമയത്ത് ബോഡി റൈസ് ചെയ്യാതെ ബോഡി ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കുക. ഈ എൽബോൻ്റെ ബെൻഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വെക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ക്രോക്കഡൈൽ വാക്കാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ക്രോക്കഡൈൽ വാക്ക് ചെയ്യുന്ന സമയത്ത് ബോഡി ഇതുപോലെ നമ്മൾ പുഷപ്സിൻ്റെ പൊസിഷനിലേക്ക് ഇതുപോലെ ഒന്ന് ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ ബോഡി ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ നിൽക്കുക. പിന്നെ ഇവിടുന്ന് ചെയ്യേണ്ടത് നിങ്ങൾ ലെഗ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുക. ഒരു കാല് ഇപ്പോൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ലെഗ് എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഗ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പോസിറ്റ് സൈഡിലെ കൈ എടുക്കുക. കൈ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക്. ഇവിടെ നിന്ന് ഈ കൈയിലേക്കും കാലിലേക്കും കൂടി ബോഡി വെയിറ്റ് കൊടുക്കുക. നമ്മൾ റൈറ്റ് ലെഗിലേക്കും ലെഫ്റ്റ് ഹാൻഡിലേക്കും കൂടി ബോഡി വെയിറ്റ് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് അടുത്ത മൂവ്മെൻറ്റ് എടുക്കുക. കൈ എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് മുന്നിലേക്ക് കുത്തുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗ് എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കയറ്റി വെക്കുക. 1 2 1 2 1 2 1 2. ഈ ഒരു പൊസിഷനിലാണ് ക്രോക്കഡൈൽ വാക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വാക്ക് ചെയ്യുന്നത് ക്രൗച്ചിങ് ടൈഗറാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. അത് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾ നീ താഴെ ടച്ച് ചെയ്യുക. കൈ മുട്ടുകൈ ഇതുപോലെ തന്നെ മടക്കിയിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് വരിക. ഇനി ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് എൽബോ ഫുള്ളായിട്ട് ഇവിടെ കുത്തുക. നിങ്ങൾ കാല് നീ ഒന്ന് റൈസ് ചെയ്യുക. കാലിൻ്റെ ടോ മാത്രം താഴെ ടച്ച് ചെയ്താൽ മതി. ഇതുപോലെ ഇത് താഴെ റെസ്റ്റ് ചെയ്യാതെ ഇത് റൈസ് ചെയ്ത് നോക്കുക. ടോ മാത്രം ഹൈറ്റ് പരമാവധി ഇങ്ങനെ ഉയർന്നു പോകാതെ സീറ്റ് അധികം ഉയർന്നു പോകാതെ ഡൗൺ ചെയ്ത് തന്നെ വെക്കുക. ഇനി ഇവിടെ നിന്നാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലേക്ക് വെക്കുക. ആ സമയത്ത് ലെഫ്റ്റ് ലെഗും വെക്കുക. ഓരോ സ്റ്റെപ്പ് മൂവ് ചെയ്ത് പോകും.
അപ്പോൾ കൂടുതൽ ആനിമൽ മൂവ്മെൻറ്റ്സുമായി അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.